നമ്മൾ വാഹനത്തിൽ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ആംബുലൻസ് കടന്നു വന്നാൽ എന്തായിരിക്കും ചെയ്യുക? വാഹനം സൈഡ് ഒതുക്കി ആംബുലൻസിന് കടന്നു പോകാനുള്ള സാഹചര്യം ഒരുക്കും. എന്നാൽ ആംബുലൻസിനും വഴിമുടക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധരുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരമൊരു വാർത്തയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് വരുന്നത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിനാണ് സൈഡ് കൊടുക്കാതെ കിലോമീറ്ററുകളോളം കാർ യാത്ര തടസ്സപ്പെടുത്തിയത്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ RTOയ്ക്ക് പരാതി നൽകി. ബേക്കൽ മുതൽ കാഞ്ഞങ്ങാട് ടൗൺ പിന്നിടുന്നതുവരെയും കാർ സൈഡ് കൊടുക്കാതെ യാത്ര ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇതിനിടയിൽ മടിയനിലും കാഞ്ഞങ്ങാട്ടുമായി മറ്റു വാഹനങ്ങളിൽ കാർ ഇടിച്ചതായും ആംബുലൻസ് ഡ്രൈവർ പറയുന്നു. ഇന്നലെ 7:50 ഈ സംഭവം നടന്നത്. ബേക്കൽ നിന്ന് കാഞ്ഞങ്ങാട് വരെയാണ് അപകട രീതിയിൽ വണ്ടി ഓടിക്കുകയും വണ്ടി മുന്നോട്ട് പോകാൻ സമ്മതിക്കാണ്ട് എത്ര ഓർഡർ അടിച്ചിട്ടും മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല. അതിനിടയിൽ 2 വണ്ടിക്കാരെ ഇടിക്കുകയും നിർത്താൻ തുടങ്ങിയത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോ ആൾക്കാരെ കൊണ്ട് നമ്മളെ ജീവൻ പണയം വെച്ചിട്ട് പോകുമ്പോ അതിന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഭയങ്കര സങ്കടമുണ്ട്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലുള്ള ഈ വാർത്തകൾ, ഈ ആംബുലൻസുകൾക്ക് സൈഡ് കൊടുക്കാതെ യാത്ര ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ വാഹനത്തിന്റെ, ഈ കാറിന്റെ നമ്പർ വ്യക്തമാണ്. ഈ ഡ്രൈവറെ, ഈ കാർ ഉടമയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ടോമെ, ജീവന്റെ തുടിപ്പും കൊണ്ട് ഈ യാത്ര ചെയ്യുന്നവരാണ് ആംബുലൻസ്. അത് മാത്രമല്ല, ഇവരുടെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. ഇതിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ ഒരു വാഹനം, അത് ഒരുപക്ഷെ ടോം സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയുമ്പോഴും ഈ അടുത്ത കാലത്തായി ഈ ആംബുലൻസ് വരുമ്പോഴൊക്കെ അത് ഏത് വാഹനമായിക്കോട്ടെ അതൊക്കെ സൈഡ് കൊടുക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ അപ്പോഴും ഇതിനിടയിലും ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. ഈ കാറിലെ ഈ സംഭവത്തിലേക്ക് കടന്നാൽ കാസർഗോഡ് നഗരത്തിൽ നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക്, അതായത് 30 കിലോമീറ്ററോളമാണ് ദൂരമുള്ളത്. ആ 30 കിലോമീറ്ററിൽ ബേക്കൽ മുതൽ കാഞ്ഞങ്ങാട് വരെ 16 കിലോമീറ്ററാണ് ഈ ആംബുലൻസിനെ ഇത്തരത്തിൽ വഴി തടഞ്ഞുകൊണ്ട് ഈ വാഹനം പോകുന്ന ആ ദൃശ്യം നമുക്ക് കാണാം. സഹികെട്ടാണ് ഒടുവിൽ ഈ ആംബുലൻസിന്റെ ഡ്രൈവർ അതിന്റെ ദൃശ്യം പകർത്തിയത്. വലിയ തിരക്കുള്ള കാഞ്ഞങ്ങാട് നഗരത്തിലൂടെയൊക്കെ ഈ വാഹനം ഇത്തരത്തിൽ കടന്നു പോകുമ്പോൾ ഒരു തരത്തിലും ആംബുലൻസിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ ഡ്രൈവർ പറയുന്നത് ഈ മടിയൻ കൂടാതെ കാഞ്ഞങ്ങാടും 2 വാഹനങ്ങളെ ഈ കാർ ഇടിച്ച് തെറിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കൊടുവള്ളി സ്വദേശിയുടേതാണ് ഈ കാർ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മൊബൈൽ നമ്പർ, അതിൽ RC ബുക്കിൽ വരുന്ന മൊബൈൽ നമ്പർ വിളിച്ചപ്പോൾ അത് സ്വിച്ച്ഡ് ഓഫ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണ് RTO വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കുറ്റം ഒരു 6 മാസം തടവും അതുപോലെ തന്നെ 10,000 രൂപ പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അതിനൊക്കെ അപ്പുറം ഒരു ജീവനും കൊണ്ട് ഇത്തരത്തിൽ അത് യാത്ര ചെയ്യുന്ന ഒരു ആംബുലൻസ്, അത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അത് ആ ഓരോ ആംബുലൻസ് വരുമ്പോഴും അത് വലിയ, നമ്മൾ ആ സൈറൺ ഒക്കെ നമുക്ക് അതിൽ നിന്നും ശബ്ദമൊക്കെ കേൾക്കാം. അത്തരത്തിൽ വലിയ തോതിൽ സൈറണൊക്കെ ഇട്ട് വരുമ്പോഴും ഒരു തരത്തിലും ഈ ആംബുലൻസിനെ മുന്നോട്ട് കടക്കാൻ വിടാത്ത രീതിയിൽ അതിന്റെ മുന്നിൽ തന്നെ ഈ കാറ് പല ഇടങ്ങളിലും അത് ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന പോലും കാണും. ഏത് മാനസികാവസ്ഥയിലായിരിക്കുമോ ഈ വാഹനം ഓടിക്കുന്നവരെന്ന് അറിയില്ല. എന്തായാലും ഒരു പക്ഷേ ലഹരി ഉപയോഗിച്ചവരോ അതല്ല ഇനി മറ്റേതെങ്കിലും പ്രവൃത്തികൾ ഏതെങ്കിലും ആണോ, അത് പരിശോധിക്കേണ്ട വിഷയമാണല്ലോ ബൈജു. കാരണം ഈ കഞ്ചാവ് ലഹരിയിലോ മറ്റോ വാഹനം ഓടിക്കുന്നവരായിരിക്കും പലപ്പോഴും ഇതുപോലുള്ള സാമൂഹിക ദ്രോഹികളായി മാറുന്നത്. ഇവിടെ ഈ ആംബുലൻസ് ഡ്രൈവറിനപ്പുറം മറ്റാരെങ്കിലും ഇയാൾക്കെതിരെ, ഈ കാറിനെതിരെ പരാതി നൽകിയിട്ടുണ്ടോ? മറ്റേതാണ് ഈ കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ മറ്റു ഏതാനും വാഹനങ്ങളിൽ കാറിടിച്ചുവെന്ന് ഈ ആംബുലൻസ് ഡ്രൈവർ പരാതിയിൽ പറയുന്നുണ്ടല്ലോ.
തീർച്ചയായും 2 വാഹനങ്ങൾക്ക് ഇടിച്ചു എന്നാണ് ഈ ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. പിന്നീട് ആ കാറ് കണ്ടില്ല. അത് കാഞ്ഞങ്ങാട് വരെ മാത്രമേ ഈ ദൃശ്യം ഇവർ ചിത്രീകരിച്ചുള്ളൂ. അതിനുശേഷം ആ കാറ് ഇനി മറ്റേതൊക്കെ വാഹനങ്ങൾ ഇടിച്ചോ എന്ന കാര്യം ഏതായാലും പരിശോധിക്കാനുണ്ട്. ഏതായാലും ഈ വാഹനത്തിന്റെ നമ്പർ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ആ നമ്പർ കൃത്യമായി കൊടുവള്ളി സ്വദേശിയുടേതാണ് ഈ ഹുണ്ടായി കാർ എന്നും വ്യക്തമായിട്ടുണ്ട്. ഈ അത്യാസന്ന നിലയിലുള്ള ഒരു രോഗിയായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. പരമാവധി ആംബുലൻസ് ഈ വാഹനത്തിനെ മറികടക്കാൻ സൈറൻ മുഴക്കുകയും അതിനെ ഓവർടേക്ക് ചെയ്യാൻ ചെയ്യുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോഴൊക്കെയും ഈ വാഹനം അതിന് മധ്യത്തിലായി വന്ന് അതിനെ തടയുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഉണ്ടായത്. ഏതായാലും മറ്റ് 2 വാഹനങ്ങൾക്ക് ഇടിച്ചതിന്റെ പരാതി ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലും ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഈ വാഹനം കണ്ടെത്തേണ്ടതുണ്ട്. വാഹന ഉടമയെ കണ്ടെത്തിയ സ്ഥിതിക്ക് വാഹനം കണ്ടെത്താൻ എളുപ്പമാണ്. വാഹനം കണ്ടെത്താൻ എന്തായാലും സാധിക്കും. പക്ഷേ അപ്പോഴും ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ വാഹനം ഓടിച്ചവർ ഏത് അവസ്ഥയിലായിരിക്കും? നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ലഹരി ഉപയോഗിച്ചവരായിരിക്കുമോ, അതല്ല മറ്റേതെങ്കിലും വസ്തുക്കൾ കടത്തുന്നോ അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ട ആയിരിക്കുമോ, ആളുകളായിരിക്കുമോ എന്നൊക്കെ അറിയാനുണ്ട്. ഏതായാലും ഗുരുതരമായ ഒരു നിയമലംഘനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നമുക്ക് അറിയാം, ഈ ഇത്തരത്തിൽ ആംബുലൻസിനൊക്കെ വഴി കൊടുക്കുക, അത് ഇനി എത്ര വലിയ വാഹനങ്ങളായാലും അത്യാവശ്യം പോകുന്നവരായാലും അതൊക്കെ ഒതുക്കി കൊടുക്കുകയും പ്രത്യേകിച്ച് ദേശീയപാതയിലൊക്കെ ഒരു വാഹനം മാത്രം കടന്നു പോകാൻ രീതിയിൽ ഇപ്പോൾ ദേശീയപാത നിർമ്മാണം നടക്കുന്നു. ആ ഭാഗങ്ങളിൽ പോലും വലിയ ബസ്സുകൾ പോലും ഒതുക്കി കൊടുക്കുന്നത് നമുക്ക് കാണാം. അതിനിടയിലാണ് 16 കിലോമീറ്ററാണ്, അതായത് ബേക്കൽ മുതൽ കാഞ്ഞങ്ങാട് ടൗൺ വരെ 16 കിലോമീറ്ററോളം ഈ വാഹനം ഇത്തരത്തിൽ തടഞ്ഞുകൊണ്ടായിരുന്നു ഈ കാറിന്റെ യാത്ര. പൂർണ്ണമായും ആംബുലൻസിന്റെ മുന്നോട്ട് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ കൃത്യമായി ആ രീതിയിൽ തന്നെയായിരുന്നു ആ യാത്ര. എന്തായാലും എന്തിനാണ് ഇത്തരത്തിലൊരു ആംബുലൻസിനെ ഇങ്ങനെ ചെയ്തതെന്ന് ഏതായാലും ഇവരെ കണ്ടെത്തി അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും അത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടിയാണ് അവിടെ ഉണ്ടായത്. ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് ആംബുലൻസിന് വഴി തടസ്സപ്പെടുത്തിയ കാർ ഉടൻ തന്നെ കണ്ടെത്തണം. കടുത്ത നടപടി തന്നെ ആ ഡ്രൈവർക്കെതിരെ സ്വീകരിക്കുകയും ചെയ്യണം.